ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എളുപ്പത്തിൽ പാലട തയ്യാറാക്കുന്നതിൻ്റെ ട്രിക്കാണ് പറഞ്ഞു തരുന്നത്. ഇവിടെ 200 ഗ്രാം ഡബിൾ ഹോസിൻ്റെ പാലട പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകിയ ശേഷം ഇളം ചൂടുവെള്ളത്തിൽ അരമണിക്കൂർ കുതിരാനായി വെച്ചിരിക്കുകയാണ്. അരമണിക്കൂറിന് ശേഷം 3 ഗ്ലാസ് പാലും അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ കുതിരാൻ വെച്ച പാലട കോരി ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയം ഫ്ലെയിം സിം മോഡിലാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും, കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പാലട മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇത് നന്നായി ഇളക്കുക. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട്. ആ സമയത്ത് അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. അതോടൊപ്പം 1.5 ഗ്ലാസ് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ആവശ്യാനുസരണം ടേസ്റ്റിനനുസരിച്ച് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം പഞ്ചസാര. ഇത് നല്ലതുപോലെ ഇളക്കി ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച്, ഇപ്പം നല്ല തിള വന്നിരിക്കുകയാണ്. അല്പം ഏലക്കാപ്പൊടി ചേർത്ത് തീ ഓഫ് ചെയ്യാം. നല്ലതുപോലെ കുതിർന്ന് സോഫ്റ്റായ അടയായതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുന്നത്. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്കും. ഇനി അല്പം പശുവിൻ നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് മൂപ്പിച്ച ശേഷം നമുക്ക് പായസത്തിലേക്ക് കോരി ഒഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എത്ര പെട്ടെന്ന് തയ്യാറായി അല്ലേ? അരമണിക്കൂർ മാത്രം മതി. ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടപ്രഥമൻ പായസം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം, ഇപ്പോൾ നമ്മുടെ പായസം നല്ല ലൂസായിട്ടാണ് കാണുന്നത് അല്ലേ? ഒരു അരമണിക്കൂർ നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കാത്തു വെക്കാം. ഏകദേശം അരമണിക്കൂറായി. നമ്മൾ തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ പായസത്തിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പം കണ്ടില്ലേ? ഇത് നല്ല കൊഴുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമൻ പായസം റെഡി ആയിട്ടുണ്ട്. അരമണിക്കൂർ മതി നമുക്ക് ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ ഈ പായസം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നേരം തീ കത്തിച്ച് ഈ അട വേവുന്നവരെ കാത്തിരിക്കേണ്ടി വരും. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണം. ഓക്കെ.